ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ള പരാതികൾ APL കാർഡുകൾ BPL ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നിലവിലിപ്പം 212 APL കാർഡുകൾ BPL ആക്കി മാറ്റിയിട്ടുണ്ട്. അത് അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലേക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ അവരുടെ കാർഡുകൾ അപേക്ഷകൻ്റെ കാർഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുറയ്ക്ക് അത് BPL ആക്കി കൊടുക്കും. ഇനി 6 മണി മുതൽ ജില്ലാ കളക്ടർ പൊതുജനങ്ങളിൽ നിന്നും പരാതി നേരിട്ട് സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരാതികളല്ലാതെ ഉണ്ട്. അപ്പോൾ അന്നേരം വളരെയധികം കാർഡുകൾ BPL ആക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവുണ്ടാകും. അതും കൂടി എല്ലാ കാര്യങ്ങളും പിന്നീട് ഇതിന് ശേഷം അതാത് സപ്ലൈ ഓഫീസിലേക്ക് അയച്ച് BPL ആക്കി കൊടുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് കുന്നത്തുനാട് താലൂക്കിൽ നമ്മുടെ 22-ാം തീയതി വരെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും 301 അപേക്ഷകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ 301 അപേക്ഷകളിൽ 63 അപേക്ഷകൾ നമ്മൾ പൂർണ്ണമായും പരിഹരിച്ചു. 50 അപേക്ഷകളിൽ ഭാഗികമായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർവേ സംബന്ധമായ ഫയലായതുകൊണ്ട് അത് ടൈം എടുക്കുന്നതായതുകൊണ്ട് 50 എണ്ണത്തിന് ഭാഗികമായും 88 പരാതികൾ നമുക്ക് കടമ്പില്ലാത്തത് കൊണ്ട് നമ്മൾ നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. 100 പരാതികളിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടപടി സ്വീകരിച്ചും വരുന്നുണ്ട്. അങ്ങനെ ആകെ 301 പരാതികളിൽ ധനസഹായം ഒഴികെയുള്ള 63 പരാതികൾ പരിഹരിക്കുകയും 69 കേസുകളിൽ നമ്മൾ CMDRFൻ്റെ മാത്രമുള്ള അപേക്ഷകളായിരുന്നു. അതിനകത്ത് നമ്മൾ 3,57,000 രൂപ ധനസഹായം ഇന്നലെ വരെ അനുവദിക്കുകയും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനുവദിച്ച ധനസഹായം എൻഹാൻസ് ചെയ്തിട്ട് അതിപ്പോൾ 8,24,000 രൂപയായി വർദ്ധിച്ചു. നമ്മളിപ്പോൾ ഈ സമയം വരെ നമ്മളിപ്പോൾ ഈ സമയം വരെ 8,24,000 രൂപ നമുക്ക് 105 പേർക്കായിട്ട് നമ്മുടെ താലൂക്കിൽ ധനസഹായം വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമ്പർക്കം തുറന്നു വരികയാണ്. വീണ്ടും അപേക്ഷകരെ കാണാനുണ്ട്. പുതിയ അപേക്ഷകൾ ഇന്നിവിടെ സ്വീകരിക്കാൻ പോകുന്നുള്ളൂ. ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളുടെ പരാതികൾ തീർക്കുന്നതിനായിട്ട് ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ഒരു പ്രത്യേക കൗണ്ടർ തുടങ്ങുകയും ഒരാഴ്ച മുമ്പ് തന്നെ ഓൺലൈൻ വഴി ലഭിച്ച പരാതികളിന്മേൽ റിപ്പോർട്ട് കക്ഷികൾക്ക് നൽകുകയും അതുപോലെ തന്നെ CMൻ്റെ അടുത്ത് നേരിട്ട് പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് ഏകദേശം 374ഓളം പരാതികൾ ലഭിക്കുകയും അതിൽ വളരെ കൃത്യമായിട്ട് എത്രയധികം സോൾവ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും പകുതിയിലധികം പരാതികളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ തികച്ചും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുകൂലമല്ലാത്ത ചില പെറ്റീഷൻസുകൾ ഇനിയും പരിഹരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നതിന് കക്ഷികൾ പോവുകയും തുടർന്ന് ഗവൺമെൻറ് തലത്തിൽ ഓർഡർ ഉണ്ടായി നിയമപരമായിട്ടുള്ള സർക്കാർ ഉത്തരവുകൾ ഉണ്ടായതിന് ശേഷം പരിഹരിക്കാവുന്ന കുറേയധികം പരാതികൾ നിലവിൽ വകുപ്പിൽ അവശേഷിക്കുന്നുണ്ട്. ആയത് സർക്കാർ ഉത്തരവ് വരുന്ന മുറയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. നിലവിൽ 374 അപേക്ഷകൾ കിട്ടിയും അതിനെല്ലാത്തിനും നമ്മുടെ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് കക്ഷികൾക്ക് നൽകിയിട്ടുള്ളതുമാണ്. ശേഷിക്കുന്ന പുതിയ പരാതികൾ CMൻ്റെ അടുത്ത് നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് കൃത്യമായൊരു കണക്ക് എടുക്കാൻ കഴിയൂ.